മുഹമ്മദ് ആരിഫ് ഖാൻ തികച്ചും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ചട്ടുകമായി. ഭരണഘടനാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് അദ്ദേഹത്തിന് സാധിക്കാതെ വന്നു. ഭരണഘടനാ സ്തംഭനമുണ്ടാക്കി. പിണറായി ഗവൺമെൻറ് അല്ലായിരുന്നുവെങ്കിൽ ഒരടി മുന്നോട്ട് പോകാൻ കഴിയുമായിരുന്നില്ല. ഭരണഘടനാ സ്തംഭനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആലോചിക്കാൻ പോലും സാധിക്കാത്ത രൂപത്തിലുള്ള ഭരണഘടനാ സ്തംഭനമായിരുന്നു. അതിൽ നിന്നെല്ലാം കേരള ഗവൺമെൻറ് രക്ഷപ്പെട്ടത് ജനങ്ങളുടെ, അതോടൊപ്പം തന്നെ പ്രതിപക്ഷത്തിലെ ഒരു വിഭാഗത്തിൻ്റെ, പ്രത്യേകിച്ച് ഗവർണറുടെ കാര്യത്തിൽ മുസ്ലിം ലീഗിനെ പോലുള്ള സംഘടനകൾ എടുത്തിട്ടുള്ള നിലപാടും സഹായകരമായി. ഇനിയെങ്കിലും അദ്ദേഹം ചെയ്തു പോയ തെറ്റിനെ സംബന്ധിച്ച് എന്തെങ്കിലും കുറ്റബോധം ഉണ്ടെങ്കിൽ അത് കേരളീയരോട് മലയാളികളോട് തുറന്നു പറഞ്ഞ് കേരളം വിടുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. വ്യക്തിപരമായി ഒരു രൂപത്തിലും അദ്ദേഹത്തെ ഞങ്ങൾ അവഗണിച്ചിട്ടില്ല, അപമാനിച്ചിട്ടില്ല. പരമാവധി കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തെ നേരിട്ട് കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ഒരു ഘട്ടം കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ തന്നെ വ്യക്തിപരമായി അപമാനിച്ച ഘട്ടത്തിലാണ്. നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവും ഒരു സംഭവം, ഞാൻ അതിവിടെ ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ആ ബന്ധം വിട്ടുപോയത്